മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ആക്ഷൻ സ്പൈ ത്രില്ലർ ചിത്രമായ മൂന്നാം മുറയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമയ്ക്ക് ഒരു ഇൻട്രോ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അറിയുന്നൊരു സിനിമയായിരിക്കും ഇത്. ഈ സിനിമയിൽ മെയിനായിട്ട് ഇതിലൊരു ട്രോൾ ടെംപ്ലേറ്റ് തന്നെ ഉണ്ട്. ലുലക്സ് കണ്ണ് ചോന്നിങ്ങനെ പല്ലിറുമി നിൽക്കുന്ന ഒരു ചിത്രം എപ്പോഴും ഞാൻ ട്രോളിൽ കാണാമായിരുന്നു ഈ ഫോട്ടോ. പണ്ടൊക്കെ ടി വിയിൽ എപ്പോഴും കണ്ടിരുന്നൊരു സിനിമയാണ്. അന്നൊക്കെ അത്ഭുതമായിരുന്നു കേട്ടോ ഈ സിനിമ. കാരണം മലയാളത്തിൽ ഇംഗ്ലീഷ് ചിത്രങ്ങളിലൊക്കെ നമ്മളിങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. പിന്നെ തമിഴ് വിജയകാന്ത് ഇതുപോലത്തെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ വളരെ കുറച്ചുള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ആകെ 1-2 സിനിമകളുള്ളൂ ഇതുപോലത്തെ. മാന്ത്രികത്തെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ ഒരു ടെംപ്ലേറ്റ് തന്നെയാണ് ഈ സിനിമയുടെ. നാട്ടിലെ പ്രമുഖരായ കുറച്ച് പേര് ഒരു ഗ്രൂപ്പ് ഓഫ് ടെററിസ്റ്റ് തട്ടിക്കൊണ്ടുപോകും. ശേഷം അവരെ രക്ഷിക്കാൻ വേണ്ടി ലാലേട്ടൻ വരുന്നു. അതാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമയുടെ ഒരു മേക്കിംഗ് വൈസ് ആണെങ്കിലും ശരി, മ്യൂസിക് വൈസ് ആണെങ്കിലും ശരി, എല്ലാം കൊണ്ട് ഈ സിനിമ മികച്ച് നിൽക്കും. ആക്ഷനൊക്കെ വേറെ ലെവലാണ് കേട്ടോ ഈ സിനിമയിലെ. ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ 20-30 മിനിറ്റിൻ്റെ അടുത്തൊരു ആക്ഷൻ സീക്വൻസ് തന്നെ നീണ്ടു പോകുന്നൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ലാലേട്ടൻ്റെ ലുക്ക് ആണെങ്കിലും ശരി, ഇതിലെ ക്യാരക്ടറിൻ്റെ നെയിം തന്നെ വേറെ ലെവലാണ്. അലി ഇമ്രാൻ, അതുപോലെ ചാൾസ്, വില്ലൻ, അങ്ങനെ ഓരോരുത്തരും പേര് എടുത്തെടുത്ത് പറയുന്നത്. ബാബു ആൻ്റണി ഉണ്ട് ഇതിൽ, വിജയരാഘവൻ ഉണ്ട്, മുകേഷ് ഉണ്ട്. ആ വില്ലന്മാരെ ഗ്യാങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിരീടത്തിലെ കിരിക്കടൻ ജോസ് മുതലൊരു പാട്ട വില്ലന്മാർ തന്നെ ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. പിന്നെ നായകൻ്റെ സൈഡിൽ ബാബു നമ്പൂതിരി, പിന്നെ തമിഴിലെ പൊന്നമ്പലം, അങ്ങനെ ഒരുപാട് പേര് നായകൻ്റെ സൈഡിൽ 3 പേര്. ഇവരൊരു ഗ്യാങ്ങും ഈ വില്ലന്മാരൊരു വലിയ ഗ്യാങ്ങും അവിടെ കയറി രക്ഷപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സിനിമയുടെ കഥ. ഒരുപാട് രസകരമായ മൊമെന്റ്സ് ഉള്ള ഈ സിനിമ ഇപ്പോഴും കണ്ടിരിക്കാൻ വളരെ രസമാണ്. നിങ്ങളിത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടും. ഇതിൽ മ്യൂസിക് ഓർമ്മയുള്ളവരാണെങ്കിൽ അതെന്തായാലും പറയണം. ശ്യാമിൻ്റെ എക്കാലത്തെയും ബെസ്റ്റ് വർക്കുകളിൽ ഒന്നാണ് ഇതിലെ മ്യൂസിക്. ഇതിലെ BGM ടൻ 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 ടൻ, ഇപ്പോഴും കേൾക്കുമ്പോൾ എന്തൊരു ഫീൽ എന്നറിയോ. വേറെ ലെവൽ മ്യൂസിക്കാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം പറയാം.